മഹാഭാരത യുദ്ധത്തിന്റെ ഗഹനതയും യുദ്ധതന്ത്രങ്ങളുടെ വിസ്മയവുമൊക്കെ പറയുമ്പോൾ മഹാഭാരതം എന്ന മഹാകാവ്യത്തിൽ പ്രതിപാദിക്കുന്ന വ്യൂഹങ്ങൾ അതിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ്. അതിൽ പ്രത്യേക ശ്രദ്ധ നേടുന്ന ഒരു വ്യൂഹമാണ് തൃശൂല വ്യൂഹം. തൃശൂല വ്യൂഹം എന്നത് പേര് പോലെ തന്നെ തൃശൂലം, അതായത് മഹാദേവന്റെ ആയുധം പോലെ രൂപകൽപ്പന ചെയ്ത ഒരു യുദ്ധവ്യൂഹം ആകുന്നു. ഈ വ്യൂഹത്തിന്റെ അടിസ്ഥാന രൂപം 3 മൂർച്ചയുള്ള അക്രമരേഖകളാണ്. മധ്യഭാഗം ശക്തമായ പ്രധാന സേനയും 2 വശങ്ങളിലും അതിവേഗം ആക്രമിക്കുവാൻ കഴിയുന്ന ഉപസേനകളുമാകുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം ശത്രുവിന്റെ നിര ഭേദിച്ച് പല ദിശകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉപയോഗിച്ച് അവരെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ്. ഈ വ്യൂഹം രൂപീകരിച്ചത് കൗരവരുടെ സേനാനായകനായ ദ്രോണാചാര്യരായിരുന്നു. യുദ്ധത്തിൽ, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ മധ്യഘട്ടങ്ങളിൽ പാണ്ഡവരുടെ ശക്തി വർദ്ധിച്ചിരുന്ന സമയത്ത് ശത്രുവിനെ വേഗത്തിൽ തകർക്കുവാൻ അവരുടെ പ്രധാന യോദ്ധാക്കളെ വേർതിരിക്കുവാനായിരുന്നു ഈ വ്യൂഹം നിർമ്മിച്ചത്. ഇത് യുദ്ധത്തിന്റെ 15ാമത്തെ ദിവസം രൂപീകരിച്ചു. തൃശൂല വ്യൂഹത്തിന്റെ നിർമ്മാണ സാഹചര്യം വളരെ നിർണായകമായിരുന്നു. അർജുനൻ പോലുള്ള മഹായോദ്ധാക്കൾ യുദ്ധഭൂമിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സമയത്ത് അവരുടെ മുന്നേറ്റം തടയാനും അവരുടെ സൈന്യത്തെ പിളർക്കാനും വേണ്ടിയാണ് ഈ വ്യൂഹം ഉപയോഗിച്ചത്. അതിന്റെ മധ്യഭാഗത്ത് ശക്തനായ ദ്രോണർ തന്നെ നിന്നു. ഇരുവശങ്ങളിലായി വേഗതയേറിയ കുതിരസേനകളും രഥസേനകളും നിലകൊണ്ടു. ഈ വ്യൂഹത്തിന്റെ പ്രധാന ഫലം എന്താണെന്നാൽ ഇതൊരു ആക്രമണ വ്യൂഹം മാത്രമല്ല, മറിച്ചൊരു മാനസിക യുദ്ധതന്ത്രവും കൂടിയാണ്. ശത്രുവിന് മുന്നിൽ 3 ഭാഗങ്ങൾ ഒരുമിച്ച് ആക്രമിക്കുവാൻ നിൽക്കുന്നു. അവർക്ക് ഏത് ഭാഗത്തെ പ്രതിരോധിക്കണമെന്ന് മനസ്സിലാകാതെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇത് അവരുടെ നിരകൾ തകർത്തിടുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ വ്യൂഹത്തിന് ദൗർബല്യങ്ങളും ഉണ്ടായിരുന്നു. 3 ഭാഗവും തമ്മിലുള്ള പ്രകോപനം നഷ്ടപ്പെട്ടാൽ ശത്രുവിന് ഓരോ ഭാഗത്തെയും വേർതിരിച്ച് തകർക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ വ്യൂഹം വിജയകരമായി നടപ്പിലാക്കാൻ വളരെ പാടുള്ള കാര്യമാണ്. ഈ തൃശൂല വ്യൂഹം മറ്റ് വ്യൂഹങ്ങളാകുന്ന ചക്രവ്യൂഹം, ഗരുഡവ്യൂഹം എന്നിവയുമായി താരതമ്യം ചെയ്യുവാൻ കഴിയും. ചക്രവ്യൂഹം പ്രതിരോധ ആക്രമണ സംയുക്തമായ ഒരു സങ്കീർണ രൂപമാണെങ്കിൽ തൃശൂല വ്യൂഹം നേരിട്ടുള്ള ആക്രമണത്തിനായി ഉപയോഗപ്പെടുത്താം. അതിനാൽ തന്നെ ഇത് വേഗതയും അതിശക്തമായ പ്രഹരവുമാണ് ലക്ഷ്യമാക്കുന്നത്. അങ്ങനെയാകുന്നു ഈ തൃശൂല വ്യൂഹം പ്രത്യക്ഷപ്പെടുന്നത്.